ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ചുള്ളികൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രശ്നേഷ്, പച്ചപിട്ടിൽ പ്രശ്നേഷ്, പ്രശ്നകുമാരൻ, പ്രശ്നകുമാരി തുടങ്ങിയ ടേംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രോഹിത് എന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ ഉണ്ട്. അതിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് ഈ രോഹിത്. ഇയാൾ എല്ലാത്തിലും പ്രശ്നം കാണുന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയകൾക്ക് പ്രശ്നേഷ് എന്ന പേരിട്ടതും അല്ലെങ്കിൽ പ്രശ്നകുമാരൻ എന്ന പേരിട്ടതും ഭാര്യയെ കൂടി ചേർത്ത് പ്രശ്നകുമാരി എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരിക്കുന്നു. ഇയാളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ഒരു പ്രയോഗമുണ്ട്, കേരളത്തിന് വടക്ക് ഭാഗത്ത് കേട്ടിട്ടുള്ളതാണ്, പൊട്ടിപ്പുറത്ത് ശിവൂതിയകത്ത് എന്ന് പറയുന്നത്. ഒരു വർഷം ശിവൂതിയായിട്ട് അകത്തേക്ക് വിളിച്ചു കയറ്റുന്ന ആളെ അടുത്ത വർഷം ചേട്ടയായിട്ട് അല്ലെങ്കിൽ പൊട്ടിയായിട്ട് അശ്രീകരമായിട്ട് അടിച്ച് പുറത്താക്കുന്ന ഒരു രീതിയാണ്. ഇതൊരു കവിതയിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, ONVയുടെ കവിതയിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടല്ലോ, നമ്മൾ ഒരു തവണ നല്ല മനോഹരമാണെന്നൊക്കെ തോന്നുന്ന ഒരു ഫ്ലവർ വൈസ്, ഞാൻ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു ബാംബു ഫ്ലവർ വൈസ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി വാങ്ങി വെച്ചു. പിന്നെ കുറച്ച് കളഞ്ഞപ്പോഴേക്കും അത് വീട്ടിന് വളരെ അൺഫിറ്റിംഗ് ആയിട്ട് തോന്നി, അതെടുത്ത് കളഞ്ഞു. ഒരു കാലത്ത് ഭയങ്കരമായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ നമ്മൾ ചവിട്ടി പുറത്താക്കും. അത്തരത്തില് അമ്മയെ തള്ളിപ്പറയുന്ന ഒരു മകനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി അമ്മയും പെങ്ങളും ചേർന്ന് അടിച്ച് പുറത്താക്കിയെന്നാണ് ഇവന്റെ വേർഷൻ. എന്താണ് മറ്റേ വേർഷൻ നമുക്ക് ഇതുവരെ അറിയാൻ പാടില്ല. പ്രവീൺ പ്രണവ് ഇതേപോലെ ചില സെന്റിമെന്റ്സുകൾ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയ കഥകൾ പറഞ്ഞ് നാട്ടുകാരുടെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റി കാശുണ്ടാക്കി ഫോർച്യൂണർ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് നമ്മളെ സെന്റിമെന്റ്സിനെ പറ്റിച്ച് ഇവനൊക്കെ ജീവിക്കുകയാണെന്നുള്ളത്. അപ്പൊ അതേപോലെ ഒരു ഷോ ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ സംഭവം ഒന്ന് കണ്ടു നോക്കാം. 7.5 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. ഇപ്പൊ ഇവന്റെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ച് അത് ഒരുപക്ഷെ നിങ്ങൾ മറ്റു പല ബ്ലോഗേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവന് വളരെ അത്ര സുഖകരമായിട്ടുള്ള കുട്ടിക്കാലമായിരുന്നു. അച്ഛൻ ഇവർ ഉപേക്ഷിച്ചു പോയതാണ് എന്ന രീതിയിൽ ഒരു ടോക്സിക് ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഇവൻ സംസാരിക്കുമായിരുന്നു. ഇതാര് ഒരുപക്ഷെ ഇതുകൊണ്ടാണ് ഇവരോട് ആളുകൾ കൂടുതൽ മമത കാണിച്ചിരുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചു വന്നൊരു വ്യക്തി എന്ന നിലയിൽ. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. അതിനെക്കുറിച്ച് പറയാതിരിക്കണം ഭേദം കേട്ടോ. കാര്യം ശരി, ആ പെണ്ണ് ഇറങ്ങി ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. പക്ഷെ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇടപെടാമെന്നും എങ്ങനെ ആളുകളുടെ കണ്ണിൽ മണ്ണിടാമെന്നും ഒക്കെ ഇവൻ കാണിക്കുന്നത് പോലെ ഇവന്റെ അനിയത്തെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പണ്ടൊരു ആലപ്പുഴ പട്ടിക്കേസ് ഉണ്ടായിരുന്നു, ഒരു നായക്കേസ്. വലിയ കാര്യത്തിന് ആൾക്കാരെ പ്രൊവോക്ക് ചെയ്തിട്ട് കമന്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇവനുണ്ട്. അതായത് ഇവന് ക്രിറ്റിസിസം കിട്ടണം, അങ്ങനെ ആ റീച്ച് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവനാണ് ഇവൻ. ഒരു നായയെ രക്ഷിക്കാൻ നോക്കി ആ നായയെ തിരിച്ചു വിട്ടപ്പോൾ അവിടുത്തെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതിൽ അനിയത്തിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്കും തോന്നി ചേട്ടനും കൊള്ളാം അനിയത്തിയും കൊള്ളാം. ഇപ്പോഴാണ് മനസ്സിലായത് ഇവൻ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനകത്ത് വലിയ തർക്കമൊന്നുമില്ല. ഇവൻ പറഞ്ഞത് നല്ലപോലെ അനിയത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു അനിയത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഒരു സാധാരണക്കാരന് പോലും ദഹിക്കാൻ പറ്റാത്തൊരു സംഭവം. അടിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. എന്നാ ഒരു ഉപദേശമായി പോണത്. അവസാനം പറഞ്ഞ ഭാഗമൊക്കെ ഇൻഡിപെൻഡന്റ് ആവണമെന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ആദ്യം പറഞ്ഞ ഭാഗമാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. സ്വന്തം പെങ്ങളെ കുറിച്ച് പറയാണ്, ഒരു പണിക്കും പോവാതെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആമ്പിളേരൊക്കെ ആയിട്ട് അപ്പുറത്തെ പിള്ളേരുടെ ആമ്പിളേരോട് സംസാരിക്കുന്നത് തെറ്റാണെന്നുള്ളതിന്റെ അർത്ഥം. പക്ഷെ അത് പറയുന്നതിന് ഒരു വ്യംഗ്യാർത്ഥമുണ്ട്. ആ വ്യംഗ്യാർത്ഥം നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാവും. സ്വന്തം പെങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവന് പറയുന്നത്. ഇത് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ഒരു ഇടുങ്ങിയ മനസ്സാണോ ഇതിനകത്ത് നിന്ന് സംസാരിക്കുന്നത്. പക്ഷേ നമ്മളെ കമന്റ് കാണുമ്പോഴേക്കും ആൾക്കാർ പറയുന്നുണ്ട് അത് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. പക്ഷെ ഇവന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറയുമ്പോൾ അതിനൊരു ചാർജ് കൊടുക്കണമല്ലോ. വീട്ടിൽ ഇറക്കി വിട്ടവർക്കെതിരെ ഒരു ചാർജ് ഉണ്ടാവണം. ആ സംഭവത്തിന് വേണ്ടി അവൻ അടിച്ചു വിട്ട ഒരു സംഭവമാണ് നാട്ടിലെ ആമ്പിളേരോടൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും തെക്കും വടക്കുള്ള ആമ്പിളേരോടൊക്കെ ചാറ്റ് ചെയ്തിരിക്കാനുള്ള പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോൾ അവളോട് ജോലി എടുത്ത് ജീവിച്ചോടെ. തൊട്ടു മുന്നേ ആ പെണ്ണ് അങ്ങോട്ട് പറഞ്ഞു എന്നാ പറയുന്നത്, ഞാനും ജോലിക്ക് വരാം എന്ന് പറഞ്ഞിറങ്ങിയ പെണ്ണിനെ കുറിച്ചാണ് ഇവൻ ഈ സംഭവം പറയുന്നത്. ഇവനെയൊക്കെ ഒരു ആങ്ങളയാണെന്നൊക്കെ പറയുന്നവന് സമ്മതിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. എനിക്ക് ആ ഭാഗത്ത് ചിരി വന്നു പറയാം, അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായത്. അപ്പൊ മിക്കവാറും അവിടെ ഇങ്ങനൊരു ഡയലോഗ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന കേട്ടോ. വെറുതെ അല്ലടാ നിന്റെ നാട്ടുകാർ പ്രശ്നേഷം എന്ന് വിളിക്കുന്നത്. ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടാകുന്ന ഇങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇത് മൊത്തം ക്ലീൻ ആക്കണം, ഇവിടെ പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ്, അവിടെ തൊട്ട പ്രശ്നം, ഇവിടെ തൊട്ട പ്രശ്നം. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട്
അവരെന്ത് ഗെയിം കളിക്കുന്നതിന് ഒരു വിസിൽ കൊടുത്തു. ആ വിസില് സാനിറ്റൈസ് ചെയ്യുന്നു, തുടക്കുന്നു. എന്നാ പട്ടിഷോ എന്ന് പറയുമ്പോൾ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് ഇവന് തെരുവിൽ വളർത്തുന്ന ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ആ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഒരു രീതിയിലുമുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതെയാണ്. അതായത് നാട്ടുകാർ ഉപദേശിക്കുകയും ചെയ്യും, സ്വന്തം കാര്യത്തിൽ വരെ ഈ പറഞ്ഞ ഒരു പരിപാടിയില്ല. കെമിക്കൽ ആൻഡ് ബയോ കെമിക്കൽ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പോലും കണ്ടാൽ നമുക്ക് മനസ്സിലാവും വേണ്ടത്ര ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെയാണ് ഇനി പരിപാടിയൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം രീതിയിൽ ആക്ച്വലി ആ പ്രാക്ടീസ് അവനില്ല, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവൻ വീട്ടിൽ പോയി എന്തെങ്കിലും കുനിഷ്ടൊപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവും, നീ നാട്ടിലും പ്രശ്നേഷാണ്, ഇപ്പൊ വീട്ടിലും പ്രശ്നേഷാണ്. പിന്നെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് കണ്ടിരുന്നൊരു ടെൻഡൻസി ഉണ്ട്, മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരിയും അമ്മയുമായിട്ടൊക്കെ ചേർന്ന് പോകാത്തൊരു സാഹചര്യമുണ്ട്. ഇനി അതാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് വരും കാലത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. അവിടെയൊക്കെ കൊണ്ട് മ്യൂസിക് ഇടാന്ന് തോന്നുന്ന മൈൻഡ് ഉണ്ടല്ലോ, സമ്മതിക്കണം. അപ്പനൊരു എക്സ്ട്രാ അഫെയർ ഉണ്ടായെന്ന് പറയുന്ന ഭാഗം തുടങ്ങിയ ഒരു സെന്റിമെന്റൽ മ്യൂസിക്കാണ്. ഇവിടെയാണ് നമുക്ക് മനസ്സിലായത് ഒരു ഡ്രാമാറ്റിക് ആക്കി നാട്ടുകാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത്. ഒരു പ്രവീൺ പ്രണവ് 2.0 ആണ് നമ്മുടെ രോഹിത്തും കുടുംബവും ഇവിടെ ട്രൈ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഒരു റീച്ച് ഉണ്ടാവുകയുള്ളൂ എന്നും. കാരണം ഇതുവരെയും ഇവനെ കുറിച്ച് ഒരു സബ്ജക്റ്റ് ഒന്നും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ സംസാരിച്ച ഒരു പട്ടിക്കേസാണ്. ആ പട്ടിക്കേസിന് ശേഷം പിന്നെ ഇവനെ കുറിച്ച് ഒന്നും പറയണ്ടല്ലോ. അതിനകത്ത് കാണിച്ച് പട്ടി ഷോ കൊണ്ടാണ്, അതിനകത്ത് കാണിച്ച പട്ടി ഷോ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ എടുത്തത്. അപ്പൊ അതിനുശേഷം കാര്യമായിട്ടുള്ള ഒരു റീച്ച് ഒന്നും ഇവന് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മറ്റു ബ്ലോഗർമാരൊക്കെ ഫാമിലിയിൽ ഇഷ്യൂസ് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട്, അത് ആ കൂട്ടത്തിൽ പറ്റിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതായിട്ടാണ് എനിക്കിപ്പോഴും ഈ വിഷയത്തിൽ തോന്നുന്നത്. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഇനി പിന്നെ കാറൊക്കെ മേടിച്ചതിന് ശേഷമായിരിക്കും സ്വന്തക്കാരും ബന്ധുക്കാരും ഒരുമിച്ചുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പോകുന്നത്. ആ സ്ക്രിപ്റ്റ് അതേപോലെ തന്നെ കോപ്പിടിച്ചിരിക്കുക. പണ്ടൊക്കെ സിനിമയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഫോർമുല സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോർമുലയുടെ പാറ്റേണിൽ കുറെ അധികം സിനിമ വരും. ഇപ്പോൾ ഇൻഹരിയർ നഗർ ഒരു ഫോർമുലയാണ്, 4 നടന്മാരെ ചേർത്തുള്ള ഒരു ഫോർമുല. അപ്പൊ പിന്നീട് ഇങ്ങോട്ട് കുറെ നാളത്തേക്ക് ജഗദീഷ്, മുകേഷ്, സിദ്ദിഖ്, അശോകൻ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മഹേഷ്, പിന്നെ ഗണേഷ്, ഇങ്ങനെയുള്ള ടീംസ് ഒക്കെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് പോലെ സിനിമ ഉണ്ടാവും. പിന്നീട് ഒരു 2013-14 കാലഘട്ടത്തിൽ വരുമ്പോഴേക്കും നമ്മൾ കാണുന്ന ബിജു മേനോൻ, കുഞ്ചാക്കോവൻ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമകൾ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കോമ്പിനേഷനിൽ കുറെ അധികം സിനിമകൾ ഉണ്ടാകുന്നു. പിന്നെ 2020 ശേഷം മൾട്ടി സ്റ്റാറർ മൂവികൾക്ക് വാല്യൂ ഉണ്ടെന്ന ആ രീതിയിൽ കുറെ സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഫോർമുല വിജയിച്ചു കഴിഞ്ഞാൽ ആ ഫോർമുല അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ഒരു പരിപാടി സിനിമയിലുണ്ട്. പക്ഷെ ജീവിതത്തിലും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവീൺ പ്രണവിന്റെ കാര്യത്തിൽ ആ ഫോർമുല വിജയിച്ചപ്പോ രോഹിത്തും വിചാരിക്കണം, എന്നാൽ പിന്നെ തന്റെ ഫാമിലി പ്രശ്നങ്ങൾ എടുത്തിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന്. മാത്രമല്ല ഇതിലൊരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ സാധാരണ ഇതിൽ തെളിവൊക്കെ എടുത്ത് വെക്കുന്നവരുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ ആരോപണങ്ങളായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരുടെ സെന്റിമെന്റ്സ് എൻകാഷ് ചെയ്യാനോ വരുമ്പോൾ ഇവന് പറ്റുന്ന ഒരു അബദ്ധം, എല്ലാ കാര്യത്തിലും ഇവര് ഡോക്യുമെന്റേഷനാണ്. വാടകയ്ക്ക് വീടെടുത്ത് കഴിയുമ്പോൾ ആ വീട്ടിൽ മൊത്തം വീഡിയോസും ഫോട്ടോസും എടുക്കുക, അല്ലെങ്കിൽ നോട്ട് പാഡിലൊക്കെ കുറിച്ച് വെക്കുക. ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ട്യൂബ്, ഫാൻ, അതേപോലെ ടൈൽസ്, ഇതിനിടയിൽ അഴുക്കിന്റെ ഒക്കെ എല്ലാം സംഭവം ഡോക്യുമെന്റ് ചെയ്ത് എത്രമാത്രം അഴുക്കുണ്ടെന്ന് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. മറ്റേ പട്ടി കേസിലും അതേപോലെ ഈ കേസിലും ഈ വീഡിയോ ഒന്നും നമ്മളൊക്കെ കാണില്ല കേട്ടോ. അതായത് ഇവന്റെ കാറിന് കാര്യമായി എന്തോ പറ്റിയെന്ന് പറയുന്നു, ഇവൻ എന്തോ കാര്യമായിട്ട് പറ്റിയെന്ന് പറയുന്നു. ഇതിന്റെ വീഡിയോസിലൊന്നുമില്ല. സാധാരണ ഈ തെളിവും പ്രസ്താവനയായിട്ട് വരുന്നവനാണ് ഇവൻ. പട്ടിക്കേസിലും അങ്ങനെ തന്നെയായിരുന്നു. പട്ടിയെ ശുശ്രൂഷിക്കുന്ന വീഡിയോ ഉണ്ട്, തിരിച്ചുകൊണ്ടുവന്ന വീഡിയോ ഉണ്ട്. ഇതിനിടയ്ക്ക് ഇവനെ നാട്ടുകാർ വളഞ്ഞ് ആക്രമിച്ചു എന്ന് പറയാം. നാട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം വന്ന് ചോദ്യം ചെയ്തു, അതാണ് സംഭവം. അങ്ങനെ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഒരു വീഡിയോ ഇറക്കിയത്. അതിൽ ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന വീഡിയോ ഇല്ല. അതുപോലെ ഈ പറയുന്ന പോലെ ഗുണ്ടകളും ഗുണ്ടികളും ഒക്കെ വന്ന് ആക്രമിച്ചു. ഇതിന്റെ തുടക്കത്തിലും പറഞ്ഞതിന്റെ കാര്യമുണ്ട് കേട്ടോ, അമ്മയോടുമുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വെച്ചിട്ടാണ് ഇവൻ പെങ്ങളെ കുറിച്ചും അമ്മയെക്കുറിച്ചും മോശം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നാണമില്ലാണ് എനിക്ക് ഇതൊക്കെ പറയാനായിട്ട്. ഒന്നല്ലെങ്കിൽ നീ പഴയത് ചെയ്ത പോലെ മൊത്തം തെളിവായിട്ട് ആൾക്കാരെ പറഞ്ഞു കാണിക്കണം, അല്ലെങ്കിൽ ഇത് നിന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് അവിടെ ഒതുക്കി വെക്കണം. ഇതിപ്പോ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന കാര്യം, മറ്റുള്ളവരുടെ
വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് നോക്കിയിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അതൊന്ന്. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യം അത് പുറത്തു വരുന്നിടത്താണ് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എഴുന്നേറ്റിട്ട് അപ്പുറത്ത് വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്നതല്ല. അവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അവർ വന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോഴാണ് അതിലുള്ള കാര്യത്തെ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കമന്റാണ്, നിനക്കൊക്കെ വാർക്കപ്പണിക്ക് പോയിക്കൂടെ? കഴിഞ്ഞ ദിവസം കൂടി വന്നൊരു കമന്റാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, വാർക്കപ്പണിക്ക് എന്താണ് പ്രശ്നം? ആ വാർക്കപ്പണി എന്ന് പറയുന്നത് അത്ര മോശം തൊഴിലാണ്. ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്, മരപ്പണിക്ക് പോയിട്ടുണ്ട്, കൽപ്പണിക്ക് പോയിട്ടുണ്ട്, പ്ലംബിങ്ങിന് പോയിട്ടുണ്ട്, ഇലക്ട്രിക്കൽ വർക്കിന് പോയിട്ടുണ്ട്, ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. വാർക്കപ്പണി എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ 1997, 2004 കാലഘട്ടത്തിൽ കൂലിപ്പണിക്ക് പോയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അന്ന് ഏറ്റവും കൂടുതൽ പൈസ കൂലിപ്പണിക്കാർക്ക് കിട്ടുന്ന ജോലി ഒന്ന് വാർക്കപ്പണിക്ക് പോകുന്നത്, മറ്റേത് മാർബിളിന്റെ പണിക്ക് പോകുന്നവർക്കാണ്. സാധാരണഗതിയിൽ 110 രൂപയാണ് അന്നത്തെ കൂലിപ്പണിക്കാരന് കിട്ടുക. ഈ 110 രൂപയുടെ ചിലയിടത്ത് 5 രൂപ മേസ്തിരി എടുക്കും, 105 രൂപയായിരിക്കും നമുക്ക് തരുന്നത്. അത് കൽപ്പണിക്കാർക്ക്. പിന്നെ വയറിങ്ങിനെയും പ്ലംബിങ്ങിനെയും എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ഞാനത് പണി പഠിക്കാൻ വേണ്ടി പോകാം. ആ സമയത്ത് ആശനിക്ക് ഒരു 50 രൂപ 60 രൂപയൊക്കെ തരുമായിരുന്നു. മരപ്പണിക്കാരുടെ പോകുമ്പോൾ ഒരു 125 രൂപ കിട്ടും. അതിനേക്കാൾ കൂടുതലാണ് ടൈൽസിന്റെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ 175 രൂപയാണ് കൂലി കിട്ടുന്നത്. ഏറ്റവും ഉയർന്നതാണ് വാർക്കപ്പണിക്ക് പോയി 200 രൂപ കിട്ടും. അതിന് കാരണം അത്രയും ടഫാണ് വാർക്കപ്പണി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഈ സിമെന്റും ചരലും കൂട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ആയാസം കൂടുതലാണ്. മെറ്റലും കൂടി ചേർത്തിട്ട് നമ്മൾ അതിനെ കൂട്ടിക്കൊടുക്കുക എന്ന് പറയാം. അത് മറ്റൊരു പ്രയോഗമല്ല കേട്ടോ. ഇത് കൂട്ടിക്കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെ പറയും. ഇതൊക്കെ മിക്സർ ഉണ്ട്, പക്ഷെ അന്ന് മിക്സർ ഒന്നുമില്ല. നമ്മളിതെല്ലാം ചുവന്ന് കൊണ്ടുവന്നൊരു തിട്ട പോലെയൊക്കെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അത് ഷവലും മമ്മട്ടിയൊക്കെ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. ഇന്നത്തെ പോലുള്ള കോൺക്രീറ്റ് മിക്സർ ഒന്നും അന്ന് സാധാരണക്കാരെ വീട് പണിയുമ്പോൾ അതൊന്നും കൊണ്ടുവരാനുള്ള സാധ്യത ഒന്നില്ല. നല്ല പണിയെടുക്കണം. അങ്ങനെ കട്ടപ്പണിയുള്ളത് കൊണ്ട് തന്നെ രാവിലെ 8 മണി തുടങ്ങി 2 മണി വരെയാണ് വാർക്കപ്പണി. നമുക്ക് 200 രൂപയും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ആരും തന്നെ പണി പഠിപ്പിക്കാൻ വരണ്ട. പിന്നെ വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്നാണ് ചിലരുടെയൊക്കെ ചോദ്യം. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. എൻ്റെ അറിവിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പലരും അവർക്ക് വേറെ ജോലിയുള്ളവരാണ്. ഒരാളൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്, മറ്റൊരാളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, പിന്നെ മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. സ്പെസിഫിക്കലി ഫിനാൻഷ്യൽ ഓർഗനൈസേഷന്റെ, ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ്, വെൽത്ത് മാനേജ്മെന്റ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനീസ്, അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ പ്രോസസ് കൺസൾട്ടന്റ് പ്രൊഫഷണലാണ്. എനിക്ക് ജീവിക്കാനായിട്ട് ആ തൊഴിലുണ്ട്. ഇനി ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോയാൽ വാർക്കപ്പണിക്ക് പോകാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ അന്നത്തെ കാലത്തെ പോലെ നമ്മുടെ ഒരു 18-20 വയസ്സ് കാലഘട്ടത്തിലെ പോലെ ഓടി നടന്ന് ചെയ്യാനുള്ള ആരോഗ്യം ഇന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ 1-2 ദിവസത്തെ ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ആസ് യൂഷ്വൽ അങ്ങനെ പോയിക്കോളും. ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് എനിക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് വിശദമാക്കേണ്ട ആവശ്യം എനിക്കിവിടെ ഇല്ല. എന്തായാലും രാജ്യവിരുദ്ധ പ്രവർത്തനം, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം, മാനുഷിക വിരുദ്ധ പ്രവർത്തനമല്ല. അപ്പൊ അതുകൊണ്ട് വാർക്കപ്പണിക്ക് പോയിക്കൂടെ, വേറെ വല്ല പണിക്കൂടെ പോയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇറലവന്റ് ആണ്. ഇനിയും അത്തരത്തിൽ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് പോസ്റ്റ് ചെയ്യാം, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ബാക്ക് ടു പ്രശ്നസ് ടോപ്പിക്. സംഭവം കൊള്ളാം. ഇത് അവന്റെ കമന്റിലൂടെ നോക്കിയാലേ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വിഷയം ഒരു ഫോർച്യൂണറാണ്. അപ്പോൾ ഒരു ഫോർച്യൂണർ മേടിക്കാനോ അല്ലെങ്കിൽ കാറൊക്കെ മേടിക്കാനുള്ള പദ്ധതിയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ പറ്റിച്ച് പേഴ്സണൽ സെന്റിമെന്റ്സ് ഇടുന്ന കാര്യം ഒഴിവാക്കുക. അതല്ല ഇത് ശരിക്കുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ പബ്ലിക്കിലൊക്കെ വലിച്ചിട്ട് വീട്ടിലിരിക്കുന്ന പെങ്ങളെയും അമ്മയെയും ആൾക്കാർക്ക് കടിച്ചു കയറാൻ ഇട്ടുകൊടുക്കാതെ അത് സ്വകാര്യമായിട്ട് വ്യക്തിപരമായ കാര്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.